ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6ൻ്റെ 76ാമത്തെ എപ്പിസോഡിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. വീഡിയോ കാണുന്നതിന് മുൻപായി ഈ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 76ാമത്തെ എപ്പിസോഡിൽ കൂടുതൽ ഹ്യൂമറിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പൊതുവേ സീസൺ 6നെ കോമഡിയാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ സായിയുടെ രൂപമാറ്റത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. പ്രത്യേക സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കണ്ടസ്റ്റൻസിനോടൊക്കെ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്. ടിക്കറ്റ് ടു ഫിനാലെ ബോണസ് പോയിൻ്റ് നേടിയ ഗ്രൂപ്പിന് ട്രോഫി നൽകുന്നു. ഋഷിക്ക് പോയിൻ്റ് വിട്ടുകൊടുത്തതിനെക്കുറിച്ചുള്ള ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ ആരായുന്നു. ഋഷിക്ക് ഒരു കാര്യം പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ ഒരു മികവില്ല എന്ന് എന്തൊക്കെയോ പറയുന്നു. ഋഷി ഒരിക്കലും സ്വന്തം സ്റ്റാൻഡിൽ അഭിപ്രായം പറയുന്നതായി തോന്നാറില്ല. മറ്റു ആരുടെയോ കൺട്രോളിൽ പറയുന്നതും പ്രവർത്തിക്കുന്നതുമായാണ് എപ്പോഴും തോന്നാറുള്ളത്. ഇപ്പോഴും അത് തന്നെ സംഭവിച്ചു. അൻസിബയുടെ അഭിപ്രായമാണ് രസകരമായി തോന്നിയത്. വോട്ട് കിട്ടാൻ വേണ്ടിയാണ് അത്രേ ജാസ്മിൻ വിട്ടുകൊടുത്തത്. അതാണ് അൻസിബയുടെ അഭിപ്രായം. അത് അവിടെ എല്ലാവരും വോട്ടിന് വേണ്ടിയല്ലേ നിൽക്കുന്നത്. വോട്ട് വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ അവിടെ ആ ഗെയിം ഷോയ്ക്ക് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അല്ലാതെ ഓരോരുത്തരുടെ ചേച്ചിയാവാനും സഹോദരനാവാനും ഒന്നും അല്ലല്ലോ ആരും ആ ഗെയിം ഷോയ്ക്ക് പോയത്. വോട്ടിന് വേണ്ടി തന്നെയാണ്. വോട്ട് കിട്ടിയാലേ അവിടെ നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് വോട്ടിന് വേണ്ടി ചെയ്തെങ്കിലും അതൊരു വലിയ കുറ്റമായിട്ടൊന്നും പറയാനില്ല എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അല്ലെങ്കിൽ അൻസിബ എന്താ വോട്ടിനല്ലേ അവിടെ ഒന്നും ചെയ്യുന്നത്. ഫിനാലേക്ക് പോകാനായി വരുത്തേണ്ട മാറ്റം ഓരോരുത്തരുടെയും അഭിപ്രായത്തിൽ ഒരാൾക്ക് മാലയിട്ട് പറയാം എന്ന ഒരു ഗെയിമായിരുന്നു അടുത്തത്. അൻസിബയ്ക്ക് അപ്പോഴും ഋഷിക്ക് വരുത്തേണ്ട മാറ്റവും ഋഷി ഫിനാലയിൽ വരുന്നതും മാത്രമാണ് അൻസിബ സ്വപ്നം കാണുന്നത്. ബാക്കി ആരും ഫൈനൽ 5ലേക്ക് വരില്ല എന്നൊരു നിലപാടാണ് എപ്പോഴും അൻസിബ എടുക്കാറുള്ളത്. അൻസിബ തുടക്കം മുതൽ ഇതുവരെയും ഒരേ ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് ഒരേ ആൾക്കാരെ വെച്ച് ഗെയിം കളിക്കുകയാണ് ചെയ്യുന്നത്. അതിലൊരു മാറ്റവും വരുത്താൻ അൻസിബയ്ക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. അടുത്ത വീക്കിലേക്കുള്ള ക്യാപ്റ്റൻസി ടാസ്കും ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ നടന്നു. ജിൻഡോ, സിജോ, അർജുൻ എന്നിവരാണ് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കാനായി യോഗ്യത നേടി എത്തിയത്. ടാസ്കിൽ വിജയിച്ച് സിജോ ക്യാപ്റ്റനായി മാറുന്നു. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു പവർ ക്യാപ്റ്റനും ഉണ്ടായിരിക്കില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മിക്കവാറും അത് നോമിനേഷൻ ഫ്രീ ഉണ്ടാവില്ല എന്നതായിരിക്കാം. ഏതായാലും ലാസ്റ്റിലേക്ക് കിടക്കുകയല്ലേ, അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇത് കാണൂല്ലായിരിക്കും. എല്ലാ പേരെയും നോമിനേഷൻ ലീഡുമായിരിക്കും ഈ വീക്കിൽ. അതായിരിക്കും ക്യാപ്റ്റന് ഇല്ല എന്ന് പറയുന്ന പവർ എന്ന് തോന്നുന്നു. നോക്കാം. അങ്ങനെ ബിഗ് ബോസ് ഹൗസിലെ അവസാനത്തെ ക്യാപ്റ്റനായി സിജോ തിരഞ്ഞെടുക്കപ്പെട്ടു. സിജോയ്ക്ക് അഭിനന്ദനങ്ങൾ. വീണ്ടും ഒരു ഗെയിം തന്നെയായിരുന്നു, അല്ലാതെ മറ്റെന്ത് ചെയ്യാം. മറ്റൊന്നും പറയാനോ ചെയ്യാനോ ഇല്ല. അപ്പോൾ പിന്നെ ഗെയിം കളിക്കുക എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റൂ. എന്നാലും പതിവിൽ നിന്നും വ്യത്യസ്തമായി കണ്ടസ്റ്റൻസിനെ അല്പമെങ്കിലും ട്രിഗർ ചെയ്യുന്ന ഒരു ഗെയിമായിരുന്നു എന്നത് തന്നെ ആശ്വാസം. നോറ, ജിൻഡോ ഇത് ഏത് ടാസ്ക് നൽകിയാലും തങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടി എന്തെങ്കിലും കയറി ഇടയ്ക്കൂടെ ഇടപെടാറുണ്ട്. അത് ഈ ഗെയിമിലും ജിൻഡോയും നോറയും അത് തന്നെ ചെയ്തു. ജാസ്മിൻ ജിൻഡോയുടെ പേര് പറഞ്ഞപ്പോൾ തന്നെ ഒരു ആക്ഷൻ കാണിച്ചു. മുടി എടുത്ത് ഊതിപ്പറത്തി വിടുന്ന ആക്ഷൻ കാണിച്ചത്രേ. അതിന് ജിൻഡോയെ ലാലേട്ടൻ ചോദ്യം ചെയ്യുകയുണ്ടായി. ജിൻഡോ മാപ്പ് പറയുകയും ചെയ്തു. ഇന്നത്തെ എപ്പിസോഡിലെ പ്രധാന സംഭവം എന്ന് പറയുന്നത് എലിമിനേഷൻ തന്നെയായിരുന്നു. അപ്സരയാണ് പുറത്തായത്. ഒരു ടാസ്കിലൂടെയായിരുന്നു എലിമിനേഷൻ നടത്തിയത്. അപ്സരയുടെ പുറത്താകൽ വീടിനകത്ത് എല്ലാവർക്കും ഷോക്കായിരുന്നു. അപ്സരയും ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു എവിക്ഷൻ ആയിരുന്നില്ല. അപ്സര അത് തുറന്ന് പറയുകയും ചെയ്തു. ഞാൻ പുറത്തു പോകുമെന്ന് വിചാരിച്ചതേയില്ല, ഞാൻ പോകില്ല എന്നൊക്കെ പറഞ്ഞു. എങ്കിലും വളരെ സംയമനം പാലിച്ച് ചിരിച്ചുകൊണ്ട് തന്നെയാണ് അപ്സര പുറത്തിറങ്ങിയത്. പക്ഷേ അപ്സരയുടെ ഉള്ളിലെ ആ ഒരു പുറത്താക്കലിനോട് യോജിക്കാൻ കഴിയാത്ത വിയോജിപ്പ് അപ്സര പുറത്ത് കാണിക്കുകയും ചെയ്തു. അതാണ് അപ്സരയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയാം. അപ്സര അത്യാവശ്യം നന്നായി ഗെയിം കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയായിരുന്നു. പിന്നെ ചില പാകപ്പിഴകൾ എല്ലാ കണ്ടസ്റ്റൻസിനും ഉള്ളതുപോലെ തന്നെ അപ്സരയ്ക്കുണ്ടായിരുന്നു. അപ്സര അത് അവിടെ നിൽക്കുന്ന ഏത് കണ്ടസ്റ്റൻ്റാണ് 100% പെർഫെക്റ്റായി നിൽക്കുന്നത്? എല്ലാവർക്കും ഉണ്ടായിരുന്നു നെഗറ്റീവ്സ്. അതുപോലെ തന്നെ അപ്സരയ്ക്കും ചില പാകപ്പിഴകളൊക്കെ വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഗെയിം ഡൗൺ ആയിട്ടുണ്ട്. എങ്കിലും അപ്സര വളരെ നന്നായി തന്നെയാണ്
ഗെയിം കളിച്ചിരുന്നത്. അപ്സരയുടെ ഭാവി ജീവിതത്തിന് എല്ലാ ആശംസകളും നേരുന്നു. സത്യത്തിൽ ഫൈനൽ 5ലേക്ക് വരാൻ യോഗ്യതയുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയായിരുന്നു അപ്സര. അവിടെ നിൽക്കുന്ന മറ്റ് പല കണ്ടസ്റ്റൻസിനെയും അപേക്ഷിച്ച് നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അപ്സര. അപ്സരയുടെ ഭാവി ജീവിതത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ബാക്കി 4 പേർ അർജുൻ, ശ്രീതു, അൻസിബ എന്നിവരുടെ എലിമിനേഷനൊക്കെ ബാക്കി വച്ചിട്ടുണ്ട്. നാളെയാവും അവരുടെ എലിമിനേഷനെ സംബന്ധിച്ച് തീരുമാനം എടുക്കുന്നത് നാളെ ആയിരിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. അൻസിബയാണ് പുറത്തായത് എന്ന് പരക്കെ അറിഞ്ഞു കഴിഞ്ഞു. അൻസിബയുടെ പുറത്താകൽ ആണല്ലോ ഇന്നത്തെ വലിയ ചർച്ചാ വിഷയം സോഷ്യൽ മീഡിയയിൽ മുഴുവൻ. അൻസിബയുടെ പുറത്താകൽ ചതി, വഞ്ചന, പറ്റിപ്പ്, ഇങ്ങനെയൊക്കെ ബിഗ് ബോസിൻ്റെ ഒരു ഗൂഢതന്ത്രം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവിടെ ബാക്കി നിൽക്കുന്നവരെ അപേക്ഷിച്ച്, ബാക്കി നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൽ കൂടുതൽ എന്താണ് അൻസിബ ചെയ്തത്? അവിടെ നിൽക്കുന്ന ഓരോ കണ്ടസ്റ്റൻസിനെയും എടുത്ത് നോക്കുമ്പോൾ അതിൽ അല്പം ഗെയിമിൽ വലിയ ഒരു എടുത്തുചാട്ടം കാണിക്കാതെ നിൽക്കുന്നത് ശ്രീതുവാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്നാൽ ശ്രീതുവിനെയും ഇഷ്ടപ്പെടുന്ന എന്തോ ഒരു ഘടകം, അല്ലെങ്കിൽ ശ്രീതുവിന് വേറെ പേഴ്സണൽ ആരാധകർ, നേരത്തെ തന്നെ ഈ സീരിയലിലൊക്കെ അഭിനയിച്ച് ധാരാളം ആരാധകരെ സമ്പാദിച്ച ഒരു വ്യക്തിയാണ് ശ്രീതു. അതുകൊണ്ട് തന്നെ ശ്രീതുവിന് കുറച്ച് ഫാൻസ് പവറുണ്ട്. അതുകൊണ്ടാവാം ശ്രീതു എലിമിനേറ്റായി പോവാത്തത്. അങ്ങനെ നോക്കുമ്പോൾ അൻസിബ അവിടെ അവർ ചെയ്യുന്നതിൽ കൂടുതലൊന്നും ചെയ്യുന്നില്ല. ശ്രീതുവിനേക്കാളും ആയാലും അൻസിബ എന്താണ് അവിടെ കൂടുതൽ ചെയ്യുന്നത്? കിച്ചണിൽ പാചകം ചെയ്യുന്നു. അതുതന്നെ ഒരു ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് എടുത്ത് പറയാൻ പറ്റുള്ളൂ. അൻസിബ ഒരു ടാസ്ക് നന്നായി വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതായി തോന്നുന്നുമില്ല. എപ്പോഴും കട്ടിലിരുന്ന് തനിക്ക് ചുറ്റും ഇരിക്കുന്ന 2-3 പേരോട് മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ നെഗറ്റീവ് പറയുക എന്നതായിരുന്നു അൻസിബയുടെ ഗെയിം. അതല്ലാതെ ടാസ്കുകളിലൊന്നും മികച്ച പ്രകടനമൊന്നും ഇതുവരെയും അൻസിബ കാഴ്ചവെച്ചിട്ടില്ല. തുടക്കം 1-2 പേരെ ലക്ഷ്യം വെച്ച് ഗെയിം കളിക്കുകയായിരുന്നു അൻസിബ. ഇപ്പോഴും 1-2 പേരെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നു, 1-2 പേരെ എതിർക്കുന്നു. ഈ ഒരു ഗ്രഡ്ജ് വെച്ച് പെരുമാറും പോലെ അൻസിബ പലപ്പോഴും അവിടെ പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. ഇതൊക്കെ തന്നെയാണ് അൻസിബയുടെ നെഗറ്റീവ്സ് എന്ന് പറയുന്നത്. ടാസ്കുകളൊന്നിലും വലിയ പ്രകടനങ്ങളൊന്നും ഇതുവരെയും അൻസിബ കാഴ്ചവെച്ചിട്ടില്ല. ടാസ്കൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. എനിക്കതിൻ്റെയൊന്നും ആവശ്യമില്ല എന്നൊരു മട്ടാണ് അൻസിബ എപ്പോഴും കൈക്കൊള്ളാറ്. നോറയുടെ വേറൊരു വെർഷനാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഏതൊരു കാര്യത്തിനെയും ഒരു നോവലാക്കി സാഹിത്യമൊക്കെ കലർത്തി വലിച്ചു നീട്ടി ഒരു നീണ്ട പ്രസംഗം പറയുക എന്നതാണ് അൻസിബയുടെ പോയിൻ്റ് പറച്ചിൽ എന്നാണ്. അൻസിബ നന്നായി പോയിൻ്റ് പറയുന്നു എന്ന് പറയുന്നു. പക്ഷേ അൻസിബ പറയുന്ന ആ ഒരു പാരായണത്തിൽ നിന്നും പോയിൻ്റ് തപ്പിയെടുക്കണമെങ്കിൽ സാധാരണ ബുദ്ധിയൊന്നും പോരാ. ഈ ബുദ്ധിജീവികൾ മാത്രമല്ല ഈ ഷോ കാണുന്നത്. ബുദ്ധിജീവികൾക്ക് ഒരു പക്ഷേ മനസ്സിലായേക്കും. സാധാരണ ജനങ്ങൾ ധാരാളമുണ്ട് ഈ ഷോ കാണുന്നവർ. സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർ മാത്രം കാണുന്നൊരു ഷോ അല്ല. അവർ മാത്രമല്ല വോട്ട് ചെയ്യുന്നത്. സാധാരണ ജനങ്ങൾ, ധാരാളം സാധാരണക്കാർ ഈ ഷോ കാണുന്നുണ്ട്, അവരും വോട്ട് ചെയ്യുന്നുണ്ട്. പവർ റൂമിൽ കയറിയപ്പോൾ ഉള്ള അൻസിബയുടെ ബിഹേവിയർ ഒരു സാധാരണ പ്രേക്ഷകന് ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല. അതൊക്കെ തന്നെയാണ് അൻസിബയ്ക്ക് നെഗറ്റീവ് ഉണ്ടാക്കിയതും അൻസിബയ്ക്ക് വോട്ട് കുറയാനുള്ള കാരണവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യൂട്യൂബിൽ വോട്ട് ചെയ്യുന്നവർ എല്ലാ പേരും പോയി ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്തു കൊള്ളണമെന്നില്ല. ഇവിടെ വന്ന് ഒരാൾ തന്നെ 4-5 ഐഡിയ ഒക്കെ വെച്ച് അങ്ങ് വോട്ട് ചെയ്യും. അതല്ലെങ്കിൽ തന്നെ ഒരു യൂട്യൂബ് വോട്ടിംഗ് പോൾ നടത്തുമ്പോൾ ആ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരും അവരിൽ സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് അവിടെ വോട്ടിൽ പങ്കെടുക്കുന്നത്. അല്ലാതെ എല്ലാവരും ഇന്ന് വരെ ഞാനൊരു യൂട്യൂബ് പോളിൽ വോട്ട് ചെയ്തിട്ടില്ല. അതുപോലെ വോട്ട് ചെയ്യാത്തവർ ധാരാളം പേരുണ്ട്. ഒരു യൂട്യൂബ് ചാനലുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന സബ്സ്ക്രൈബേഴ്സാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ആ യൂട്യൂബ് ആരുടെയാണോ ഫേവറിസം കാണിക്കുന്നത് അതനുസരിച്ച് അതിൽ വരുന്ന സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ അത് കാണുന്ന ആൾക്കാരും ആ ഫേവറിസം പോലെ തന്നെയാണ് വോട്ടിൻ്റെയും നില മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ യൂട്യൂബ് പോളുകൾക്കനുസരിച്ച് ഫാൻ പവർ കണ്ടുപിടിക്കാനൊന്നും സാധിക്കില്ല. ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബ് ഉപയോഗിക്കാത്ത എത്രയോ പേരാണ് ഈ ബിഗ് ബോസ് കാണുന്നത്. ഹോട്ട്സ്റ്റാറിലല്ലാതെ ടി വിയിൽ കാണുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരെല്ലാം വോട്ട് ചെയ്യും, വോട്ട് ചെയ്യാനൊക്കെ വരുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ യൂട്യൂബിലെ വോട്ടനുസരിച്ച് അത് ചതിയാണ്, അതാണ് ഇതാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സപ്പോർട്ട് ചെയ്യുന്നവർ ചെന്ന് ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്യുക. ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്യാതെ യൂട്യൂബിൽ വോട്ട് ചെയ്തിട്ട് ഇവിടെയാണ് ഫാൻ പവർ കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല.
ഹോട്ട്സ്റ്റാറിൽ പോയി വോട്ട് ചെയ്യുക. അപ്പോൾ വോട്ട് കുറയുന്നത് കൊണ്ട് തന്നെയാണ് പുറത്താകുന്നത്, അല്ലാതെ വോട്ടുള്ളവരെയൊന്നും പുറത്താക്കാൻ സാധിക്കില്ല. ഇത്രയും ഇത് മോണിറ്ററും ഈ ഇതൊക്കെ വരുന്നത്, ഒരു കേസ് വന്നാൽ അവർ പെട്ടുപോകും. അതുകൊണ്ട് തന്നെ വോട്ടിൻ്റെ പവറിലല്ലാതെ ആരെയും പുറത്താക്കും എന്ന് തോന്നുന്നില്ല. ഫേവർസൊക്കെ കാണുമായിരിക്കും, പക്ഷേ വോട്ടില്ലാത്തവരെ അവിടെ പിടിച്ചു നിർത്താൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് വോട്ട് ചെയ്യാതെയാണ് പുറത്താകുന്നത്. അൻസിബ അത്യാവശ്യം വീട്ടിൽ സംസാരത്തിലാണെങ്കിലും പിടിച്ചു നിന്നു എന്നുള്ളത് അഭിനന്ദനാർഹം തന്നെ. അൻസിബയ്ക്കും എല്ലാ ആശംസകളും നേരുന്നു. നാളെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകൾക്ക് ഉദ്ഘാടനം കുറിക്കുന്നു. സ്ത്രീജനങ്ങളുടെ എണ്ണ ഹൗസിനകത്ത് കുറയുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ഇനി 4 പേരും കണ്ട് അൻസിബയും കൂടി പുറത്തേക്ക് പോയാൽ നോറ, ജാസ്മിൻ, നന്ദന, പിന്നെ ആരാണുള്ളത്, പിന്നെ ആരോ ഒരാൾ കൂടി ഉണ്ടല്ലോ, എന്നിവർ മാത്രമാണ് അവിടെ. ശ്രീതു, ഈ 4 പേർ മാത്രമാണ് ഫീമെയിൽ കണ്ടസ്റ്റൻസായി അവിടെ ഉള്ളത്. ഇനി അടുത്ത വീക്കിൽ ആരാവും പോകുന്നത് എന്ന് നോക്കാം. ഹോട്ട്സ്റ്റാറിൽ പോയി കഴിയുന്നതും വോട്ട് ചെയ്യുക എല്ലാവരും, എന്നിട്ട് അവരവരുടെ കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ ഔട്ടായി കഴിയുമ്പോൾ അവർ നല്ലതായിരുന്നു, അവർ പോവേണ്ടവരല്ല, ബിഗ് ബോസ് കാണിച്ച ചതിയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. വോട്ട് ചെയ്ത് തന്നെയാണ് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത്, അല്ലാതെ ഇവിടെ കിടന്ന് പ്രസംഗിച്ച് സപ്പോർട്ട് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. വോട്ട് ചെയ്യാൻ ഹോട്ട്സ്റ്റാറിൽ പോയി വോട്ട് ചെയ്യുക തന്നെ വേണം. ആരെയാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആരെയായാലും അത് ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്യണം. അല്ലാതെ യൂട്യൂബിൽ വോട്ട് ചെയ്യുകയും അവിടുത്തെ പോളുകൾ കണ്ടു അവർക്ക് ഫാൻ പവർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വോട്ട് കിട്ടിയാൽ മാത്രമേ അവിടെ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. അൻസിബയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.